ഇപ്പൊ വാപ്പിയമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കംഫർട്ട് സോണിലാണ്, ഒരു പ്രശ്നമില്ല. രാവിലെ തോന്നുമ്പോൾ എണീറ്റ് വരിക, അവിടെ മുട്ടക്കറി ഉണ്ടാകും, അപ്പുണ്ടാകും, പുട്ടുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഈ കൈപ്പലക്ക് വെയ്യാത്ത, ഊരക്ക് വെയ്യാത്ത, മുട്ടുകാലിന് വെയ്യാത്ത അമ്മ അങ്ങനെ ആഞ്ഞാഞ്ഞു വലിഞ്ഞ് അവിടെ താഴെ പോയി തേങ്ങ ഉടച്ച് അരച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഈ പാവ ഉമ്മാന്റെ കണ്ണടിനൊരു ദിവസം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഉമ്മാന്റെ മയ്യത്തെടുത്ത് കുറച്ച് കഴിയുമ്പോൾ പതിയെ ഓരോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. കല്ലുമ്മ പോയി അലക്കുമ്പോൾ അലക്കുകല്ല് പറയും, മോളെ അങ്ങനെയല്ല അലക്കുക, ഇങ്ങനെ അലക്കുക ആകൂല. അടുക്കളയിൽ വന്ന് സ്റ്റൗവിന്റെ ഇത് തിരിക്കുമ്പോൾ പറയും, ഇങ്ങോട്ടല്ല അങ്ങോട്ടാ തിരിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അപ്പൊ പൊട്ടി പൊട്ടി കരയും, ഒക്കെ ഓർമ്മയാവും. ഉമ്മാന്റെ മയ്യത്ത് ആളുകൾ എടുത്തിങ്ങനെ പോകുമ്പോ, ആൾക്കൂട്ടം ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ജനവാതിലിലൂടെ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്തായിരുന്നു ഉമ്മ എന്ന് മനസ്സിലാവും, എന്തായിരുന്നു ഉപ്പ എന്ന് മനസ്സിലാവും. പിന്നെ മാപ്പ് ചോദിക്കാൻ പോലും പറ്റൂല, അല്ലെ? കരയിപ്പിച്ചിട്ടുണ്ടാകും. തെറ്റിയാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്താ അറിയോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചെയ്യാ, വേഗം റൂമ് കയറി വാതിലണ്ടടക്കും. എന്താ ചെയ്യേണ്ടത് നിനക്കറിയാം, ഒറ്റ ഡയലോഗാ. നിങ്ങളെന്നെ കൊണ്ട് കുടുങ്ങിയിട്ടല്ലേ, ഞാൻ തീരുമാനാക്കിക്കൊള്ളാം. എന്നിട്ട് എന്തോളം തീരുമാനാക്കുക? ഓളെ എല്ലാ സാധനം മറന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങും, സ്വസ്ഥായിട്ട് ഉറങ്ങും. പാവമ്മേ അമ്മ ഇങ്ങനെ പതുക്കെ വാതിൽക്ക് കൂടെ വന്നു നോക്കും, എന്തെങ്കിലും കാട്ടിയണോ അവള്. നേരം വെളുക്കോളം അമ്മ ഉറങ്ങൂല, അല്ലേ?